പാരമ്പര്യ വൈദ്യമായ ആയുർവേദം കടുത്ത വെല്ലുവിളികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് കേരള ആയുർവേദ പാരമ്പര്യ വൈദ്യ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി രവീന്ദ്രൻ വൈദ്യർ. ആയുർവേദം ശാസ്ത്രീയമല്ലെന്നും ആയുർവേദ ഔഷധങ്ങൾക്ക് അതീവ ഗുരുതര പാർശ്വഫലങ്ങളുണ്ടെന്നും വ്യാപകമായി പ്രചരിക്കുന്നുണ്ടെന്നും ഇത്തരം പ്രചരണങ്ങളെ പ്രതിരോധിക്കാനും ആയുർവേദത്തിന്റെ കാലിക പ്രസക്തി ലോകത്തെ ബോധ്യപ്പെടുത്താനും ഫെഡറേഷൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് രവീന്ദ്രൻ വൈദ്യർ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഫെഡറേഷന്റെ സംസ്ഥാന സമിതി ഓഫീസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ വൈദ്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ഈ വൈദ്യം വിദേശത്ത് പോയിട്ടുണ്ട്. അങ്ങനെയാണ് ആ സങ്കര വൈദ്യത്തെ യുനാനി എന്ന് പറയുന്നത്. അപ്പോൾ പാരമ്പര്യ വൈദ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ വെറും ഈ കുറച്ച് വൈദ്യന്മാർ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പഠിച്ചോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ ഗുരുനാഥന്മാരുടെ അടുത്ത് പോയി പഠിക്കുകയോ ചെയ്യുന്ന രീതിയിലല്ല. പാരമ്പര്യ വൈദ്യം എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ഒരു സ്ട്രീമാണ്. ഇപ്പോൾ നമ്മൾ ആയുർവേദ പാരമ്പര്യം എന്നാണ് പറയുന്നത്. ശരിക്കും പറയാച്ചാൽ പാരമ്പര്യ വൈദ്യം എന്ന് പറഞ്ഞാൽ ആയുർവേദ പാരമ്പര്യം എന്നല്ല, ഭാരതീയ വൈദ്യ പാരമ്പര്യം എന്നാണ്. ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ. അതിൽ ആയുർവേദ വരുന്നുണ്ട്, സിദ്ധ വരുന്നുണ്ട്, യുനാനി വരുന്നുണ്ട്, പിന്നെ മർമ്മ ചികിത്സ, കളരി, ലാടവൈദ്യം, വനവാസി വൈദ്യം, ഇങ്ങനെ ഒരുപാട്. ഇതിൻ്റെ എല്ലാം ഒരു കോൺഫ്ലുവൻസ്, ഒരു സംഗമമാണ് ഈ ഇന്ന് ആയുർവേദം എന്ന് പറയുന്നത്. പക്ഷേ ആ ആയുർവേദത്തെ പല രീതിയിൽ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ് നമുക്കതിൻ്റെ ശരിയായ അന്തസത്ത മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നത്. ജനുവരി 10 കണ്ണൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിനടുത്ത JM ബിൽഡിംഗിൽ രാവിലെ 10 മണിക്ക് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പൊതുസമ്മേളനം മഹാത്മാ മന്ദിരത്തിൽ നടക്കും. വാർത്താ സമ്മേളനത്തിൽ KV കൃഷ്ണപ്രസാദ് വൈദ്യർ, ജില്ലാ പ്രസിഡന്റ് A വിജയദേവ് വൈദ്യർ, ജനറൽ സെക്രട്ടറി വിഷ്ണു വൈദ്യർ, സെക്രട്ടറി ഗോവിന്ദൻ വൈദ്യർ എന്നിവരും പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.